ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് കുറച്ച് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ആർ ദ ഡാറ്റ ടൈപ്സ് വിച്ച് സ്റ്റോർ ന്യൂമറിക്കൽ വാല്യൂസ്. അപ്പോൾ ഈ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും നമ്മുടെ കാൽക്കുലേഷൻസ് അതെല്ലാം യൂസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ നമ്പേഴ്സാണ്. അപ്പോൾ അത് ഈ നമ്പേഴ്സ് എല്ലാം അത് എങ്ങനെയാണ് ഇത് നമുക്കതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ചിലപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ലൈക്ക് ആസ് യു സീ നോ ദാറ്റ് numbers are like the data types which store numerical values and they are immutable data types. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് വാല്യൂ നമ്പർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ അലോക്കേറ്റഡ്, അതായത് ഒരു പുതിയ അലോക്കേറ്റഡ് ഒരു ഒബ്ജക്റ്റായിട്ട് അത് മാറും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണത് നമ്പേഴ്സ് വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിനകത്തേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ്. സോ ഞാനൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു, var1 ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1 എന്നുള്ള വാല്യൂ ഒരു നമ്പർ var1 എന്നുള്ള വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്ത് ടൈപ്പ് വാരിയബിളാണ് var1 എന്നുള്ളത്. ടൈപ്പ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ടൈപ്പ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ഇട്ട് അതിനകത്ത് var1 ഇട്ട് കഴിഞ്ഞാൽ ആ var1 എന്നുള്ളത് വാരിയബിൾ എന്ത് തരം വാരിയബിളാണ്, ഏത് ഡാറ്റ ടൈപ്പാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, നോക്കും അവിടെ വന്നു ക്ലാസ് ഇൻറ്റ്. ദാറ്റ് മീൻസ് var1 ഈസ് എൻ ഇൻറ്റിജർ വാരിയബിൾ. നമുക്ക് നോക്കി നോക്കാം var1 ഈക്വൽ ടു 2.0 എന്നിട്ടു. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം ടൈപ്പ് ഓഫ് var1. കണ്ടോ മാറിയതുണ്ടോ? ക്ലാസ് ഫ്ലോട്ട് എന്നായിട്ട് മാറി. ഓക്കെ, സോ ഈ ഒരേ വാരിയബിളിനെ നമ്മളൊരു ഇൻറ്റിജർ വാല്യൂ ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു അസൈൻ എ വാല്യൂ. ഓക്കെ, സോ നമ്മളൊരു അസൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് അത് വാരിയബിളായി മാറുക. ഇനി എനിക്ക് ഈ വാരിയബിൾ var1 എന്നുള്ള വാരിയബിൾ ഐ ഡോണ്ട് നീഡ് എനി ലോങ്ങർ. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഡിലീറ്റ് ദാറ്റ് വാരിയബിൾ ഫ്രം എ പർട്ടിക്കുലർ പ്രോഗ്രാം ബൈ യൂസിങ് ദ കമാൻഡ് del ഫോർ del var1 എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ വെറുതെ var1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെയിം var1 ഈസ് നോട്ട് ഡിഫൈൻഡ്, അതായത് ആ വാരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് എ വേ യു ഡു ദ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് വാരിയബിൾസിനെ വേണമെങ്കിൽ ഒരുപാട് വാരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കോമ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തേക്കാം, var1 ഈക്വൽ ടു 12, var2 ഈക്വൽ ടു 34 എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ var1 12, var2 34, del var1, var2 എന്ന് എഴുതി കഴിഞ്ഞാലോ var1 var2 ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, var1 എന്താണ്? var1 ഈസ് നോട്ട് ഡിഫൈൻ. നമ്മൾ var1 എന്ന് പറയുന്ന വാരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ വേ യു ക്യാൻ ഡു ദ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് പലതരം ഞാൻ പറഞ്ഞു തന്നിരുന്നു ഈ ഇൻറ്റിജർ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ ടൈപ്സ്. സോ ദർ ആർ സൈൻഡ് ഇൻറ്റിജേഴ്സ്, long integers, floating point real values and complex numbers. അപ്പോൾ എന്തൊക്കെയാണ് അത്? ഇത് 4 തരത്തിലുള്ള ടൈപ്പ് ന്യൂമറിക്കൽ വാല്യൂസാണ് നമുക്ക് ആവശ്യം വരാറ്. സോ ഫസ്റ്റ് വൺ ഈസ് സൈൻഡ് ഇൻറ്റിജേഴ്സ്. ദാറ്റ് ഈസ് സാധാരണ ഇൻറ്റിജർ +1 എന്നോ -1 എന്നോ എന്തെങ്കിലും വരും, പക്ഷേ അതിനകത്ത് ഡെസിമൽ പോയിൻ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിന് ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത തരം ഇൻറ്റിജർ വാല്യൂസ് ആണ് സൈൻഡ് ഇൻറ്റിജേഴ്സ്. സോ വെറുതെ ഇൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈൻഡ് ഇൻറ്റിജേഴ്സ്. അടുത്തതോ ലോങ് ഇൻറ്റിജേഴ്സ്. ലോങ് എന്ന് പഴയ തരം പ്രോഗ്രാമിങ്ങുകളൊക്കെ ഉണ്ട്, C++, അതിലൊക്കെ ലോങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ലോങ് ഇൻറ്റിജേഴ്സ്, ദേ ആർ കോൾഡ് ലോങ്സ് ആൻഡ് ദേ ആർ ഇൻറ്റിജേഴ്സ് ഓഫ് അൺലിമിറ്റഡ് സൈസ്. ഓക്കെ, അപ്പോൾ അത്
ലോങ് ഇൻറ്റിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻറ്റിജർ എഴുതും വിത്ത് ഫോളോഡ് ബൈ an upper case or lower case L. So check it നോക്കാം. I'm not very sure whether this works here or not. var1 equal to capital L. So I don't think that will work. var1 equal to, okay, it's not working right now. So I think no. So ഇതിനകത്ത് ഈ പറയുന്നതിനകത്ത് അത്ര ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ലെറ്റ്സ് ചെക്ക് ഔട്ട് ഹൗ ഇറ്റ് ഡസ്. നമുക്ക് നോക്കി നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് റിയൽ വാല്യൂസ്, അതായത് ഡെസിമൽ വാല്യൂ കൂടാതെ അതിനകത്ത് ഒരു ഫ്രാക്ഷൻ അതുകൂടി ഉണ്ടാവും. സോ ദോസ് ആർ കോൾഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റിയൽ വാല്യൂസ്. ഇപ്പോൾ നമുക്കറിയാം സാധാരണ ഫ്ലോട്ടിംഗ് പോയിന്റ് പൈയുടെ വാല്യൂ അല്ലെ 3.14 അല്ലെങ്കിൽ 2.53 അല്ലെങ്കിൽ വലിയ വലിയ നമ്പേഴ്സ് അങ്ങനെയൊക്കെ പലതും വരാം. 2.5 ഇൻറ്റു ഇപ്പോൾ ഇവൻ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറയാമല്ലേ 6.626 ഇൻറ്റു 10⁻34 അല്ലേ. ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻറ്റിജേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻറ്റിജേഴ്സ് അല്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് അനദർ വൺ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സ്. എങ്ങനെയാണ് കോംപ്ലക്സ്? കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും var1 equal to 2 plus 6j എന്നിട്ടാൽ എന്തായി? അതൊരു കോംപ്ലക്സ് നമ്പറായി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് var1, it's complex. Okay, long numbers, I think there's an issue with the version of the Python, so let me check how to do that. Okay, so this is the way. ഈ കാണുന്നത് പലതരം പൈത്തണിനകത്ത് തന്നെയുള്ള പലതരം ഇതിനകത്തുള്ള ഓരോ എക്സാമ്പിൾസ് ആണ്. So you can write it like that. So that's something like a 5 point some big number followed by the letter L. Floating point ആണെങ്കിൽ 0.0, 15.2, minus 21.9, something like that. Complex ആണെങ്കിൽ 3.14j അല്ലെങ്കിൽ 1 plus 2j അല്ലെങ്കിൽ 1 minus 2j അല്ലെങ്കിൽ something like point, even with the mixing of decimals and floating point numbers. 3.22 minus into 10 raised to minus 36j, something like that. Okay, you can do that. So Python display, so ഇവിടെ എഴുതിയിട്ടുണ്ട് Python allows you to use the L, a lowercase L with long, but it is recommended that you use only an uppercase L to avoid confusion with the number 1. Like, but right now it's not working with here. Let me check what is the new rule and how it is working here. Now കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസ് നമ്മൾ I എന്നല്ല എഴുതുക, പക്ഷേ J എന്നാണ് എഴുതുക, A plus BJ. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് നമ്പർ ടൈപ്പ് കൺവേർഷൻ. പല സമയത്തും നമുക്ക് ഈ പറയുന്ന നമ്പേഴ്സിനെ പലപ്പോഴും ഇൻറ്റിജറായിട്ടോ അല്ലെങ്കിൽ ഇൻറ്റിജറിനെ ലോങ് ആയിട്ടോ ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. സോ ലെറ്റ് മീ ചെക്ക് ദാറ്റ്. var1 equal to long of, so here the problem is that long is not defined in Python 3, so it's a different way. Okay, so ഇവിടെ നോക്കുക, int of x, so that will convert the number x into a plain integer. So let's check out. X equal to, okay, 12.0. now I'm writing var1 equal to int of x എന്ന് എഴുതി. ഇനി നമുക്ക് x എന്ത് ടൈപ്പാണ് നോക്കാം. ടൈപ്പ് ഓഫ് x ഈസ് ഫ്ലോട്ട്, പക്ഷേ ടൈപ്പ് ഓഫ് var1 ഈസ് ഇൻറ്റ്. അതായത് x ഈക്വൽ ടു 12.0 എന്നുള്ള അതിനെ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് var1 എന്നുള്ള വാരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ ദിസ് കൺവേർട്ട്സ് ദ ആർഗ്യുമെൻറ്റ്. നമുക്ക് ആ ഫംഗ്ഷനകത്തുള്ള ആർഗ്യുമെൻറ്റിനെ ഒരു പ്ലെയിൻ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ലോങ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കൃത്യമായിട്ട്. ഇത് പഴയ പൈത്തണിൽ പൈത്തൺ 2.67 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ നോ ദിസ് വിൽ വർക്ക്. ഇതിനകത്ത് എൻ്റെ ഇതിനകത്ത് കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് പൈത്തൺ 3 ആണ്. നൗ ഫ്ലോട്ട് ഓഫ് എക്സ്, അത് നമുക്ക് നോക്കി നോക്കാം. ദാറ്റ് എക്സ് ഈക്വൽ ടു 3 എന്നിടുക.
ഞാൻ. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് എക്സ് അത് ഇൻറ്റിജറാണ്. ഇനി എനിക്ക് var1 എന്നുള്ളതിലേക്ക് എക്സിനെ എനിക്ക് ഫ്ലോട്ടാക്കി മാറ്റണം. സോ ഫ്ലോട്ട് ഓഫ് എക്സ് എന്നിട്ട് കഴിഞ്ഞാൽ var1 ഉണ്ടോ 3.0 എന്നാണ് കാണിക്കണം. നേരത്തെ എക്സ് എന്ന് കാണിച്ചപ്പോഴോ 3 എന്നും കാണിച്ചു, var1 എന്ന് കാണിച്ചപ്പോൾ 3.0 എന്നും കാണിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് var1 എന്നുള്ള ഈ വാരിയബിൾ അത് ഫ്ലോട്ട് വാരിയബിളാണ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു വാരിയബിളാണ്. അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ വന്നത്. ഓക്കെ, നൗ കോംപ്ലക്സ് like in a similar way you can convert the number x or the variable is one x to a complex number. Now അത് കുറച്ചും കൂടി ഈസിയാണ്. കോംപ്ലക്സ് ഓഫ് എക്സ് കോമ വൈ എന്ന് കൊടുത്താൽ 1,2 എന്ന് കൊടുത്താൽ it will give 1 plus 2j. okay, so complex of x comma var1 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ it will give 3 plus 3j. okay, so that's pretty easy. ഇനി ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഫങ്ഷൻസ്. now let's check some other functions. അപ്പോൾ അത് നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഫങ്ഷനാണ് ABS ഓഫ് എക്സ്. ABS ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ അബ്സല്യൂട്ട് വാല്യൂ നേരെ ഡിഫൈൻ ചെയ്തതിലേക്ക് എടുക്കും. അപ്പോൾ നോക്കാം. എക്സ് ഈക്വൽ ടു -2.3 എന്നിട്ടു. Now I'm going to define var1 is equal to ABS of x. var1 എന്തായി 2.3. അതായത് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ വാരിയബിൾ എന്നുള്ളത് എക്സ് എന്നുള്ള വാരിയബിൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. സോ ദാറ്റ് ഈസ് എ വാരിയബിൾ വാല്യൂ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ABS. അടുത്തത് seal, SEIL, CEIL, sealing of x. This is the smallest integer not less than x. അത് ഞാൻ പറഞ്ഞതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, സോ CMP അടുത്ത് നോക്കാം. CMP ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. I have a function, I have a number x equal to 1, y equal to 2. okay, CMP of x comma y. ഓ, അത് പഴയ പൈത്തണിലുള്ളതാണ്. അത് എൻ്റെ ഇതിനകത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. മേ ബി ഐ ജസ്റ്റ് ഷോ യു സംതിങ് ഡിഫറെൻ്റ്ലി. ഇത് പഴയ ദിനത്തേനെ വർക്ക് ചെയ്യുള്ളൂ, പഴയ പൈത്തണിൻ്റെ വർക്ക് ചെയ്യില്ല. എൻ്റെ അതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് ഇത്. നെക്സ്റ്റ് വൺ ഈസ് EXP, എക്സ്പൊണൻഷ്യൽ. സോ എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ I have defined x equal to, I'm going to define x equal to 2 star 3.1415. okay, x in the value 6.28 എന്ന് കിട്ടി. now exponential of x, x is not defined. അത് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. so because I have to import numpy, അത് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ന്യൂമറിക്കൽ പൈത്തൺ എന്ന് പറയുന്ന ഉണ്ട്. Now I will show you exponential of x. I think it's a numpy കുറച്ചൊരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. Maybe I think import numpy as np then np dot exp of x. okay, it's okay. so അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ I would use a better way. from numpy import star. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ഫങ്ഷൻസും ഇതിവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ I can write exponential of x. ഉണ്ടോ, കൃത്യമായിട്ട് കിട്ടും. ശരിയാണല്ലോ. അതുപോലെ CMP of x, y എന്ന് നോക്കാം. No, I think it's not, still not coming.
Now if there are other functions, something like I'm more interested in the mathematical functions. So log x. So I have a value x equal to 100. Okay, so what is log of x? Log of x, ഇവിടെ log of x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലോഗരിതമാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് നോക്കിയേക്കാം 3.1415. സോ log of x equal to 1.1415. അതിന് കിട്ടിയിട്ടുണ്ട് എക്സ്പോണൻഷ്യൽ ഓഫ് 1. അത് എത്രയാണ്? സോറി, എക്സ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് 1 അത് കൊടുത്തിട്ടുണ്ട്. log of x equal to 1. So log of e എന്ന് പറയുന്ന നമുക്കറിയാം ലെറ്റർ e raised to അല്ലേ, e is equal to log e is equal to 1. അത് നമുക്ക് കിട്ടി. log 10 of course, x equal to 100. So log 10 of x equal to 2. Okay, then max. So if I have some set of numbers, max of 1, 2, 3, 4, max of 1, 2, 3, 4 നോത്താൽ ഞാൻ ആ ആർഗ്യുമെൻറ്റ്സിൻ്റെ അടുത്ത് എത്ര നമ്പർ കൊടുത്തോ അതിനകത്തുള്ള മാക്സിമം വാല്യൂ ഏതാണോ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അടുത്ത മിൻ. ഇതേസാധനം ചെയ്യാം. മീൻ ഓഫ് 3, 2, 6, 1. ഒരു സംശയം തോന്നാം, എന്തിനപ്പോൾ ഇതിങ്ങനെ കൊടുക്കണം? നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ 1, 2, 3, 4, 4 വലിയ നമ്പർ എന്നും ഇങ്ങനെ രീതിയിൽ 1 ആണ് ചെറിയ നമ്പർ എന്നും. ഓക്കെ, നമുക്ക് കണ്ടീഷൻ നോക്കാം. ലെറ്റ് മീ ചെക്ക്. a equal to 1, b equal to -2, c equal to 0, d equal to 89. Now I just want to find out max of a, b, c, d. പലപ്പോഴും ഒരു പ്രോഗ്രാമിൽ a ഈക്വൽ ടു ഈ വാല്യൂസ് എല്ലാം വരുന്നത് ഒരു യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടായിരിക്കും. ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ മാർക്കായിരിക്കും. അത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ പറയില്ല. സോ ടോട്ട് മാർക്ക് ആരാണെന്ന് വെച്ചാൽ അയാളുടെ മാർക്ക് ആദ്യം വരണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നു? ആരുടെ മാർക്ക് എത്രയാണോ അത് വന്നു അല്ലേ. അതേപോലെ തന്നെ min of a, b, c, d. അവിടെ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് വന്നു. ഓക്കെ, മോഡ് അത് കുറച്ച് നല്ലൊരു ഫങ്ഷനാണ്. അത് നമുക്ക് നോക്കി നോക്കാം. സോ ഐ ഹാവ് എ നമ്പർ x equal to 6.28. ഓക്കെ, mod f of x. നോക്കിയോ, mod f of x എന്ന് പറഞ്ഞു 6 പോയിന്റ് ഉള്ള ഒരു നമ്പർ ആയിട്ടും 0.2 ഫ്രാക്ഷണൽ പാർട്ട് വേറെ ഒന്നും മറ്റേ ഇൻറ്റിജർ പാർട്ട് ഹോൾ നമ്പർ പാർട്ട് വേറെ ഒന്നുമായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുപോലെ പവർ ഓഫ് x, 2 അല്ലേ. x equal to 10 എന്ന് കൊടുക്കാം. അപ്പോൾ പവർ ഓഫ് x, 3 എത്ര വരണം? 1000 വരണം അല്ലേ. ഏതെങ്കിലും നമ്പറിൻ്റെ പവർ കാണുന്നത് നമുക്കിങ്ങനെ POW എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. Then round SQRT. I think that's more basic, like SQRT of x. XQRT of x എന്നാണ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യും. ഓക്കെ, റാൻഡം നമ്പർ ഫങ്ഷൻസ് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇതൊരു ഇതിൽ ഓരോതായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പലപ്പോഴും ഇത് ലെറ്റ് മീ ചെക്ക് ഔട്ട് ഹൗ ഇറ്റ് ഈസ്. ചിലപ്പോൾ ഇത് ഫംഗ്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അടുത്ത ചോയ്സ് ഓഫ് a, b, c, d. സോറി,
ലിസ്റ്റിനകത്തുനിന്നാണ് വരുന്നത്. സോ എക്സ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7. Okay, so choice of x. So choice ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്രം d dot random import star. Okay, so ചോയ്സ് ഓഫ് എക്സ്, അതായത് ഈ പറയുന്ന ചോയ്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉള്ളത് numpy.random എന്ന് പറയുന്ന പാക്കേജിനകത്താണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ റാൻഡം നമ്പർ ജനറേറ്റേഴ്സും ഞാനിതൊന്ന് ഇമ്പോർട്ട് ചെയ്തു, കാരണം ഓൾറെഡി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം ഇമ്പോർട്ട് ചെയ്തു ചോയ്സ് ഓഫ് എക്സ്. ഇനി ചോയ്സ് ഓഫ് എക്സ് എന്ന് ഒന്നുകൂടി ടൈപ്പ് ചെയ്താലോ, എത്ര വരിക? 4 വന്നു അല്ലേ. ഇപ്പോൾ ഇതിനകത്തുള്ള ഈ നമ്പേഴ്സ് ഒരെണ്ണം ജസ്റ്റ് എടുത്തു, ഒന്നുകൂടി നോക്കാം. ചോയ്സ് ഓഫ് എക്സ് 7, choice of x 5. That's pretty good, isn't it? നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും നമ്പർ ഇഷ്ടമുള്ളത് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാം. അത് എന്തിനാണ് ഈ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്? എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മിക്കവാറും പല ആൾക്കാരും ലൂഡോ കളിക്കാറുണ്ടാവും അല്ലേ, അനിയന്മാരുടെ ഒപ്പം അനിയത്തിമാരുടെ ആരുടെങ്കിലും ഒപ്പം. ലൂഡോ കളിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക? നമ്മുടെ കയ്യിലൊരു ഡൈസ് ഉണ്ടാവും അല്ലേ. ആ ഡൈസ് നമ്മൾ അത് ഫ്ലിപ്പ് ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ ഇതിനനുസരിച്ചിട്ട് അത്രയും മൂവ്മെൻറ്റ് നടത്താം. അപ്പോൾ പ്രധാനമായിട്ടും ഗെയിംസ് അതെല്ലാം ചെയ്യുമ്പോൾ ഒരു റാൻഡമായിട്ട് പലപ്പോഴും ഒരു നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷനാണ് സിമുലേഷൻ. നമ്മൾ റിയൽ ലൈഫ് സിനാറിയോ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ചെയ്തു നോക്കുന്ന ഒരു മെത്തേഡാണ് സിമുലേഷൻ. ഈ സിമുലേഷനിലും നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനമായിട്ടും ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്ത ശേഷം ആ നമ്പർ നമുക്ക് ഇതിനകത്തേക്ക് ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് വി ആർ കമ്പയറിങ് ദ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് വളരെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും റിയൽ ലൈഫ് സിനാരിയോ എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ചില എക്സ്പെരിമെൻറ്റുകളെല്ലാം പലതും നമ്മൾ ചെയ്യുന്നത് സിമുലേഷൻ വഴി കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് പലപ്പോഴും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ സിമുലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന പല മെത്തേഡുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ദ ഫസ്റ്റ് ഈസ് ചോയ്സ്. ചോയ്സ് എന്ന് പറഞ്ഞാൽ സോ മേ ബി ലെറ്റ്സ് ചെക്ക് ഔട്ട് സംതിങ്. വാട്ട് ഈസ് എ എക്സാമ്പിൾ ദേ ഹാഡ് ഗിവൺ. Oh shit. Okay. So number കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് ഗിവൺ യു ദ റൈറ്റ് വൺ. അടുത്തത് റാൻഡ് റേഞ്ച്, അത് നോക്കാം. സോ റാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റേഞ്ചിനകത്ത് നിന്ന് നമുക്കൊരു റാൻഡം നമ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റാൻഡ് റേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ റാൻഡ് റേഞ്ച് ഓഫ്, ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 to 100 1 സ്റ്റെപ്പിൽ ഉള്ളതിനകത്ത് പറഞ്ഞെടുക്കണം. You need to import the random, that's the problem. Okay, now 1 to 100. Shit. Band range ഇതിനകത്ത് എന്തോ ഇഷ്യൂ ഉണ്ട്. I think there's an issue with the version of the Python. So maybe I'll just have a look at it and I'll get back to you. Next one is random. Okay, so ഒന്ന് നോക്കിയേക്കാം.
റാൻഡം എങ്കിൽ so np dot ഞാനൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കട്ടെ. ഇമ്പോർട്ട് numpy dot random as rd, then rd dot okay it's working, and rd dot rand range of 110. It's not working. Rand range ഇതിനകത്തല്ല. So random off എന്ന് കൊടുത്താൽ rd dot random off എന്ന് കൊടുത്തു കഴിഞ്ഞാൽ it just give you some random number. ഓക്കെ, അതൊരു റാൻഡം നമ്പർ തന്നിരിക്കും. റാൻഡം നമ്പറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0 and 1. അതായത് 0യുടെയും 1ൻ്റെയും ഇടയ്ക്കുള്ള ഒരു റാൻഡം നമ്പർ അത് ജനറേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, റാൻഡം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് റാൻഡം നമ്പേഴ്സ് പലപ്പോഴും നമുക്ക് ഇതിന് പല കേസുകളിലും ആവശ്യം വരാറുണ്ട്. സോ വിൽ ഹാവ് ഇറ്റ്. ഈ റാൻഡം നമ്പർ ഉപയോഗിക്കുന്നതിന് മുമ്പ് വി നീഡ് ടു ഗിവ് എ ഡിഫറെൻറ്റ് തിങ് ദാറ്റ് ഈസ് കോൾഡ് സീഡ്. എന്താണ് ഈ സീഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു റാൻഡം നമ്പർ കിട്ടുന്നത്? സോ rt dot seed off, ഓക്കെ, അങ്ങനെ കൊടുത്തു. rd dot random off, ഓക്കെ, rd dot random off. സോ നമുക്ക് ഇങ്ങനെ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. പലതരം മെത്തേഡുകൾ ഉണ്ടെങ്കിലും ഒരു മെത്തേഡാണ് ഈ പലപ്പോഴും ഇതിനകത്തുള്ള ഈ നമ്മുടെ ഡിവൈസ്, ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പല ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻസ്, സർജസ്, അതുപോലെ അതിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ സർക്യൂട്ട് അനാമലീസ് അല്ലെങ്കിൽ അങ്ങനെ അതെല്ലാം നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്ന ചില കേസുകളിൽ നമുക്ക് ഒരിക്കലും നമുക്കറിയാം പൈ എന്നുള്ള ഇതിൻ്റെ വാല്യൂ അല്ലേ, അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്, ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് പോയി നോക്കുമ്പോൾ അതിൻ്റെ ആ നമ്പർ ഇങ്ങനെ നീണ്ട് പോവുക ചെയ്യാറ് അല്ലേ, 3.14152 അങ്ങനെ നീണ്ട് ഇങ്ങനെ പോവുക ചെയ്യാറ്. അതായത് അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല, അത് നമ്മളത് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് സ്റ്റോപ്പ് ചെയ്യില്ല, അതിങ്ങനെ നീണ്ട് ഇങ്ങനെ പോവുക ചെയ്യാറ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ചില നമ്പേഴ്സ്, അപ്പോൾ അത് ചില സീരീസുകളുണ്ട്, ചിലതരം ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക, മ്യൂട്ടേഷൻ സ്ട്രിങ്സ് എന്നോ ചില കേസുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ പലതരത്തിലുണ്ടാവാറുണ്ട്. അങ്ങനത്തെ ചില ഫങ്ഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാൻഡം നമ്പറൊക്കെ നമുക്ക് വെറുതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല കേസുകളിലുള്ള പ്രോഗ്രാം പലപ്പോഴും ചിലപ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. സോ ഇത് വളരെ റാൻഡം ആണെങ്കിൽ പോലും അതിനകത്തൊരു യൂണിഫോമിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് യു നീഡ് ടു ഗീവ് എ നമ്പർ ദാറ്റ് ഈസ് കോൾഡ് സീഡ്. ആ സീഡ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ rd.seed of 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദാറ്റ് സീഡ്. സോ അതായത് നമ്മൾ ഒരേ പ്രോഗ്രാം തന്നെ പലതരത്തിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോഗ്രാം ഞാൻ റാൻഡം നമ്പേഴ്സ് വെച്ചിട്ട് ഞാൻ അപ്ലിക്കേഷൻ ചെയ്തു, അത് ഇവിടെ നിന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കോളേജിൽ വന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും കോഴിക്കോട് പോയി ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഏകദേശം റിസൾട്ട് ഒരുപോലെ കിട്ടണം. കാരണം ഫിസിക്സോ അല്ലെങ്കിൽ ലോ നേച്ചറോ മാറാൻ പാടില്ല. പക്ഷേ ഈ റാൻഡം നമ്പർ ചിലപ്പോൾ അങ്ങനെ ശരിയായിട്ടില്ലെങ്കിൽ ഇൻ കേസ് അതുപോലെ വന്നില്ലെങ്കിലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ സീഡ് എന്ന് പറയുന്നത്. നമ്മൾ സീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും ഒഴിവാക്കി വിടാൻ പറ്റും. ഓക്കെ, ദെൻ ഷഫിൾ. അപ്പോൾ ഷഫിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ റാൻഡമൈസ് എ ലിസ്റ്റ് ഇൻ പ്ലേസ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ റാൻഡമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. എന്താ ഇപ്പോൾ ലിസ്റ്റിൻ്റെ പേര് നോക്കട്ടെ, എക്സ് അല്ലേ. മേ ബി ഐ ജസ്റ്റ് എക്സ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഷഫിൾ ഓഫ് എക്സ് അല്ലേ,
rd dot shuffle of x. ഇനിയോ എക്സ് നോക്കിക്കഴിഞ്ഞാലോ എന്താണ് അയക്കുന്നത്? ആ എക്സിനെ ഒന്ന് അങ്ങോട്ട് കൂടി ഷഫിൾ ചെയ്തിരിക്കുന്നു അല്ലേ? ഒന്നും കൂടി നോക്കാം. ആർ ഡി ഡോട്ട് ഷഫിൾ ഓഫ് എക്സ് മീൻ എക്സ് വേണ്ടി കഴിഞ്ഞാൽ പിന്നെ ഷഫിൾ ചെയ്തു അല്ലേ? ഇതെവിടെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുറച്ചെങ്കിലും കാർഡ് ഗെയിംസിൽ നിങ്ങൾ പ്രോബിലിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും കാർഡിനെ പറ്റിയിട്ട് വെച്ച് പഠിക്കാറില്ലേ? ഒരു വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് എയ്സ്, അല്ലെങ്കിൽ എന്താണ് റെഡ് ഹാർട്ട്, റെഡ് ഡയമണ്ട് അല്ലേ? അതുപോലെ എന്താ പറയുക ഡയമണ്ട് 4 അങ്ങനെയുള്ള ഓരോന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പലതരം ഗെയിംസ്, അതുപോലെ പലതരം പ്രോബബിലിറ്റി അതെല്ലാം നോക്കണ്ട. അവിടെ എല്ലാം പലപ്പോഴും നമുക്കിതിങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഷഫിൾ ചെയ്യേണ്ടി വരും. കാരണം അതൊരു സ്പെസിഫിക് പാറ്റേൺ അത് ഫോളോ ചെയ്യാൻ പാടില്ല. അവിടെ എല്ലാം നമുക്ക് ഇങ്ങനത്തെ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് എ വെരി ഗുഡ് ഫങ്ഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രോസസ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ പല പ്രോഗ്രാംസും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിൽ ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്കൊരു സിമുലേഷൻ ചെയ്യാനുമുണ്ട്. റേഡിയോആക്റ്റീവ് ഡീകേ പ്രോഗ്രാം നിങ്ങൾക്ക് സിമുലേഷനായിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, സോ മേ ബി ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ഇറ്റ് ഹിയർ. സോ നൗ ഇതിപ്പോൾ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ കവർ ചെയ്തത് ഇൻറ്റിജേഴ്സ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. ഇനി സ്ട്രിങ്സ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ടപ്പിൾസ്, ഡിക്ഷണറി, ഡേറ്റ് ടൈം, ഫങ്ഷൻസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാണ്ട്, മൊഡ്യൂൾസ്, ഫയൽ ഇൻപുട്ട് ഓപ്പറേഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. ശരിക്കും കഴിഞ്ഞാൽ അത് അത്യാവശ്യം പഠിക്കാനുള്ള ഒരു വലിയ ടോപ്പിക്കാണ് ഫയൽ ഇൻപുട്ട് ഓപ്പറേഷൻസ്. അതിന് അഡ്വാൻസ്ഡ് ഉണ്ട്, ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ്. അത് നമുക്ക് പഠിക്കാനൊരു സിലബസ് തന്നെ അല്ല. ഏകദേശം കുറച്ച് കാര്യങ്ങളെല്ലാം, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചു പോകും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് നൗ ആൻഡ് താങ്ക് യു. ഇതെല്ലാം ഈ പറഞ്ഞ പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് ജസ്റ്റ് നോക്കി നോക്കുക. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.